നമസ്കാരം. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് നേർക്ക് ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഓം ബിർളയുടെ മകൾ IAS പാസ്സായതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ ഗുരുതര ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത്. ലോക്സഭാ സ്പീക്കറായിട്ട് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട ഓം ബിർളയ്ക്കും ഭാര്യ അമിതയ്ക്കും 2 മക്കളാണ് ഉള്ളത്. ആകാംക്ഷ ബിർളയും അഞ്ജലി ബിർളയും. അതിൽ അഞ്ജലി സിവിൽ സർവീസുകാരിയാണ്. ആദ്യ ശ്രമത്തിൽ തന്നെയാണ് അഞ്ജലി സിവിൽ സർവീസ് പരീക്ഷ പാസ്സായത്. ഇപ്പോൾ റെയിൽവേ മന്ത്രാലയത്തിൽ സേവനമനുഷ്ഠിക്കുകയാണ് അവർ. 2019 അഞ്ജലി UPSC പരീക്ഷ പാസ്സായത്. മെയിൻസിൽ 953 മാർക്കാണ് ലഭിച്ചത്. ബിർളയുടെ മകളായതുകൊണ്ടാണ് അഞ്ജലിക്ക് സിവിൽ സർവീസ് പരീക്ഷ ലഭിച്ചതെന്നും അല്ലാതെ അവർ സിവിൽ സർവീസ് പരീക്ഷ പാസ്സാവുകയോ അല്ലെങ്കിൽ അഭിമുഖങ്ങളിൽ പങ്കെടുക്കുകയോ ചെയ്തിട്ടില്ലെന്നും സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരികയാണ്. നീറ്റ്, നെറ്റ് പരീക്ഷ അഴിമതിയുടെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. സമാനമായിട്ടുള്ള രീതിയിൽ ഓം ബിർളയുടെ മകൾക്ക് IAS പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർത്തി നൽകിയതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. എന്നാൽ ഈ ആരോപണങ്ങൾക്കെല്ലാം തന്നെ ഇപ്പോൾ മറുപടിയുമായിട്ട് അഞ്ജലിയും രംഗത്ത് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ശരിയായിട്ടുള്ള നടപടിക്രമങ്ങൾ എല്ലാം തന്നെ പാലിച്ചു തന്നെയാണ് താൻ സിവിൽ സർവീസ് പരീക്ഷ പാസ്സായതെന്നും സിവിൽ സർവീസ് നേടിയതെന്നുമാണ് അഞ്ജലി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. അഡ്മിറ്റ് കാർഡിൻ്റെ കോപ്പിയും അവർ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച് വിമർശകർക്ക് മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. പ്രിലിമിനറി മെയിൻസ് പരീക്ഷ എഴുതിയ തെളിവുകളും അഞ്ജലി ഇപ്പോൾ നിരത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും സിവിൽ സർവീസ് നേടിയ ഒരു ഉദ്യോഗാർത്ഥിക്ക് താൻ പരീക്ഷ എഴുതിയിട്ടുണ്ടെന്ന് സ്ഥാപിക്കേണ്ടതായിട്ട് വരുന്നത്. ഓം ബിർളയുടെ ഇളയ മകളാണ് അഞ്ജലി. കോട്ടയിലെ സോഫിയ സ്കൂളിലായിരുന്നു പഠനം. അതിനുശേഷം ഡൽഹിയിലെ രാംജാസ് കോളേജിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിൽ ഓണേഴ്സ് ബിരുദം നേടി. ഇതേ സമയത്താണ് അവർ UPSC പരീക്ഷയ്ക്ക് പരിശീലനം തുടങ്ങിയത്. ജനങ്ങളോടുള്ള പിതാവിൻ്റെ പ്രതിബദ്ധത കണ്ടാണ് താനും സിവിൽ സർവീസ് എന്ന ഈ ഒരു സേവനത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പാതയിലേക്ക് ഇറങ്ങിത്തിരിച്ചതെന്ന് സിവിൽ സർവീസിൽ ഉന്നത വിജയം നേടിയപ്പോൾ അഞ്ജലി പറയുകയുണ്ടായി. സിവിൽ സർവീസ് പരീക്ഷയ്ക്കുള്ള എല്ലാ പിന്തുണയും പ്രചോദനവും നൽകിയത് തൻ്റെ സഹോദരിയാണെന്നും അവർ പറഞ്ഞു. എന്തായാലും ഇത് സംബന്ധിച്ച് വിവാദം സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായി വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് പോലും ഇപ്പോൾ വഴിവെച്ചിരിക്കുകയാണ്. നീറ്റ്, നെറ്റ് ചോദ്യപേപ്പർ ചോർന്നതിനെക്കുറിച്ചുള്ള വിവാദങ്ങൾക്കിടയിൽ പരീക്ഷാ ക്രമക്കേടുമായിട്ട് ബന്ധപ്പെട്ട നിരവധി സത്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരുന്നു. പരീക്ഷാ കരാർ അത് കേന്ദ്ര സർക്കാർ ഗുജറാത്ത് കേന്ദ്രീകരിച്ചുള്ള കരിമ്പട്ടികയിൽപ്പെട്ട ഒരു കമ്പനിക്ക് കൊടുത്തതൊക്കെ വലിയ വിവാദമായിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ആദ്യ അറ്റംപ്റ്റിൽ തന്നെ IAS പാസ്സായ അഞ്ജലിക്ക് നേർക്ക് ഇപ്പോൾ ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത്. ഈ ആരോപണത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. കാരണം ശരിയായ നടപടിക്രമങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിച്ചാണ് ഈ കുട്ടി പാസ്സായതെങ്കിൽ അവരുടെ നിരപരാധിത്വം തീർച്ചയായിട്ടും തെളിയിക്കേണ്ടത് ആവശ്യമാണ്. ഇനി മറിച്ചാണെങ്കിൽ സ്പീക്കർ സ്ഥാനത്തിരിക്കാൻ അദ്ദേഹം യോഗ്യനല്ല എന്ന് സാരം. പരീക്ഷാ ക്രമക്കേടുകളുടെ ഞെട്ടിക്കുന്ന വസ്തുതകളും അഴിമതികളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായതിനാൽ തന്നെ ഇത് കേൾക്കുന്ന ജനങ്ങളുടെ ഉള്ളിലും തീർച്ചയായിട്ടും ഒരു സംശയം ഉണ്ടായിരിക്കും. അത് തീർക്കാനായിട്ട് നിഷ്പക്ഷമായിട്ടുള്ള ഒരു അന്വേഷണം സർക്കാർ തന്നെ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിലെന്തെങ്കിലുമൊക്കെ സത്യമുണ്ടെങ്കിൽ ഈ രാജ്യത്തെ യുവജനം ഒന്നാകെ തെരുവിലിറങ്ങും. ഇതുവരെ കാണാത്ത പ്രതിഷേധങ്ങൾക്കും രാജ്യം സാക്ഷ്യം വഹിക്കേണ്ടതായിട്ട് വരികയും ചെയ്യും. കാരണം നിരവധി യുവാക്കളുടെ ആത്മവിശ്വാസത്തെ പോലും ബാധിക്കുന്ന അല്ലെങ്കിൽ അവരുടെ കഠിനാധ്വാനത്തെ തകർക്കുന്ന വാർത്തകൾ പുറത്തു വരുന്ന ഈ സമയത്ത് തന്നെ ഈ ഒരു വിവാദവും ഉയർന്നതിനാൽ തന്നെ ഇതിന് മറുപടി വളരെ ആവശ്യമായ ഒരു കാര്യമാണ്. ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.